ഇത്തവണ ന്യൂ ഇയറിന് കാക്കനാട് പപ്പാജീനെ കത്തിക്കുന്നത് കാണാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ചാടിത്തുള്ളിയുള്ള പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. അങ്ങനെ പക്ഷെ നമ്മൾ പോകുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ വയറ് നിറയ്ക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ചായപ്പിടി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഭയങ്കര കൂൾ അറ്റ്മോസ്ഫിയറും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഈവൻ ടൗണിൻ്റെ നടുക്കാണെങ്കിൽ പോലും. ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെന്നില്ലേ, നല്ല അൽഫാം ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, കപ്പ ബിരിയാണി, നല്ല സോഫ്റ്റ് പൊറോട്ട, ബീഫ് സ്റ്റൂ, അങ്ങനെ ഇഷ്ടം പോലെ സാധനവും, പിന്നെ നല്ല കട്ടൻ ചായയും, പിള്ളേർക്ക് പിന്നെ ജ്യൂസ് മതിയല്ലോ. അതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഡിന്നർ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് പിന്നെ പൊറോട്ടയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ. പൊറോട്ടയും കാന്താരി ചിക്കനും പിന്നെ രാശിയണ്ണയിൽ നിന്ന് അടിച്ചു മാറ്റിയ കുറച്ച് എഗ് റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി കപ്പ ബിരിയാണി തിന്നണമെന്ന്. ഫ്രൈഡ് റൈസ് ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. നല്ല കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു. കപ്പ ബിരിയാണി ടേസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നെങ്കിലും എനിക്ക് മനസ്സിലാവാത്തത്, കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാരെന്തിനാണ് കപ്പയുടെ നാരൂടെ അതിൻ്റെ അകത്ത് ഒന്നിച്ചങ്ങോട്ടേക്ക് ഇട്ടിരിക്കുന്നതെന്നാണ്. നമ്മൾ കഴിക്കുമ്പോൾ എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ നാരിങ്ങനെ കടിക്കുമ്പം അത്ര രസമില്ല, ഈവൻ ടേസ്റ്റ് വൈസ് ഓക്കെ ആണെങ്കിലും. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ, കാക്കനാട് പോകണോ അതോ ലുലു മോളിൽ പോകണോ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പള്ളി പോയി എല്ലാ വർഷവും ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഒരു ഇതുണ്ട്. ആ സമയത്ത് അപ്പം കാക്കനാട് പോയി കഴിഞ്ഞാൽ എടപ്പള്ളി പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ സമയം നോക്കിയത്. അപ്പം തന്നെ 11:30 പിന്നെ ആകെ അരമണിക്കൂറൂടെ ഉള്ളൂ. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടതായിരുന്നു കേട്ടോ, ആ റെസ്റ്റോറൻറ്റിലെ മ്യൂസിക് നല്ല ഓളം വെച്ചിട്ടുള്ള പാട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഓളം വെച്ച് കഴിച്ചുകൊണ്ടിരിക്കത്തില്ലേ. ഞാനൊക്കെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ കഴിച്ച് അവിടെ നമ്മൾ കാക്കനാട് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾക്ക് ലുലു മോളിലേക്ക് തന്നെ പോയാൽ മതി എന്നൊരു അഭിപ്രായം വന്നു. കാരണം അതാകുമ്പോഴത്തേനും ഞങ്ങൾക്ക് എടപ്പള്ളി പോയി അത് കഴിയുമ്പോഴത്തേനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പറ്റും. പക്ഷേ നമ്മൾ അന്നേരത്തിന് നല്ല ടയേർഡായി. പിന്നെ ഈ കഴിച്ച ഫുഡിൻ്റെയും ലാസ്റ്റുള്ള കട്ടൻ ചായയുടെയും ഒരു ബലത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലുലു മോളിലെത്തി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ജസ്റ്റ് ഒരു ആണ്, ഒന്നും പറയാനില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ അത്രയും ഫയർവർക്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എങ്കിലും പോലും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് എന്തോരം ആൾക്കാരാണ് മോളിൽ നമ്മൾക്ക് ഇത് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നത് ഏകദേശം 2 മണിയായപ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.